പി.വി. അൻവർ തരംഗത്തിൽ മുങ്ങിപ്പോയ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയുമായാണ് ആർ ടോക്സ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. എന്തായാലും ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ. ഗണേഷ് കുമാർ കെ.എസ്.ആർ.ടി.സി മന്ത്രി ആയതിൽ പിന്നെ കെ.എസ്.ആർ.ടി.സി ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിട്ടില്ല എന്നൊരു കാര്യം ശ്രദ്ധേയമാണ്. പല ഡിപ്പോകളും ചെറുതായി ലാഭത്തിലേക്ക് വന്നു എന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ നല്ല കാര്യം തന്നെയാണ്. ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത 555 ഡീസൽ ബസ്സുകൾ വാങ്ങുന്നതിന് നേരത്തെ പ്ലാൻ ഫണ്ടിൽ വകയിരുത്തിയ 93 കോടി രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് ധനവകുപ്പിന് കത്ത് നൽകിയെന്നാണ്. എന്താണ് ഈ വാർത്തയ്ക്ക് ഇത്ര കണ്ട് പ്രാധാന്യം? കേന്ദ്രം സൗജന്യമായി നൽകാമെന്ന് പറഞ്ഞ 950 ഇലക്ട്രിക് ബസ്സുകൾ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് കേരളം 555 ഡീസൽ ബസ്സുകൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡീസൽ ബസ്സുകൾ വാങ്ങിക്കുമ്പോൾ ലഭിക്കുന്ന ഭീമമായ കമ്മീഷൻ മാത്രമാണോ ഇതിനു പിന്നിലെ ലക്ഷ്യം? എലിക്ക് പെറ്റുകിടക്കാൻ പോലും യോഗ്യമല്ലാത്ത കാലിയായ ഖജനാവ് വീണ്ടും കൊള്ളയടിക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ കഥ എന്താണ്? ആർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആർ ടോക്സ് നേരത്തെ പറഞ്ഞതുപോലെ അൻവർ തരംഗത്തിൽ മുങ്ങിപ്പോയ ഒരു വാർത്ത തന്നെയാണിത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഗതാഗത വകുപ്പ് ഒരു തറവാടിയാണ്, ഒരു അഭിമാനി കൂടിയാണ്. എന്താണെന്നല്ലേ, ഗ്രീൻ മൊബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രധാനമന്ത്രിയുടെ ഇ ബസ് സേവ എന്ന പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ 10 നഗരങ്ങൾക്കായി നൽകാമെന്ന് പറഞ്ഞത് 950 ഇലക്ട്രിക്കൽ ബസ്സുകളാണ്. ഈ ബസ്സുകളാണ് വേണ്ട എന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച ഫയൽ ഗതാഗത വകുപ്പ് മടക്കി അയച്ചു എന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഫയലിൽ പറയുന്ന ചേർത്തലയിലും കായംകുളത്തും ഒക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ബസ്സുണ്ട് പോലും. കൊച്ചിയും തിരുവനന്തപുരം ആ ലിസ്റ്റിലില്ല എന്നതായിരുന്നു മന്ത്രിയുടെ മറുപടി. തിരുവനന്തപുരം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അവിടെ ഇപ്പോൾ ഓടുന്ന ബസ്സുകൾ ഇടാൻ തന്നെ സ്ഥലമില്ല എന്ന രസകരമായ മറുപടിയാണ് ഗതാഗത വകുപ്പ്, അതായത് നമ്മുടെ സ്വന്തം മന്ത്രി ഗണേഷ് കുമാർ നൽകിയത്. പുതിയതായ ഡീസൽ ബസ്സുകൾ മതിയെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. അതായത് കേന്ദ്രം സൗജന്യമായി നൽകാമെന്ന് പറഞ്ഞ 950 ഇലക്ട്രിക് ബസ്സുകൾക്ക് പകരം കേരളം 555 ഡീസൽ ബസ്സുകൾ 93 കോടി രൂപ മുടക്കി വാങ്ങുന്നു എന്നർത്ഥം. അതിന് കേരളം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, കേന്ദ്രം ബസ്സുകൾ സൗജന്യമായി തന്നാലും സംസ്ഥാന സർക്കാർ 42 കോടി രൂപ കണ്ടെത്തേണ്ടി വരുമെന്ന ന്യായം. എന്തായാലും അതും ലാഭമല്ലേ എന്ന ചോദ്യത്തിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നും തരുവാൻ ആർക്കും സാധിക്കില്ല. കാരണം ലോജിക്കലായി ഉത്തരം തരാൻ പറ്റാത്ത ഒരു ചോദ്യം തന്നെയാണത്. ഡീസൽ ബസ്സുകൾ വാങ്ങുമ്പോൾ ഇടനിലക്കാർക്ക് കിട്ടുന്ന കമ്മീഷൻ കണ്ണുനട്ടാണ് സംസ്ഥാന വിരുദ്ധമായ തീരുമാനം എന്ന ഒരു ആരോപണവുമുണ്ട്. 1-1.5 വർഷം മാത്രം ഇനിയും കാലാവധിയുള്ള പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത തുലവും കുറവാണ്. ഗണേശനാകട്ടെ കോൺഗ്രസിന്റെ 7 എഴുത്ത് പോലും ഇനി അടുക്കാനും പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിവായിക്കുമ്പോൾ പരമാവധി കമ്മീഷൻ നേടിയെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇത്തരത്തിലൊരു പർച്ചേസിന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കത്തിന് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇ ബസ് സേവാ പദ്ധതിയുടെ ഭാഗമായി പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ 169 നഗരങ്ങളിലേക്ക് 10,000 ഇലക്ട്രിക് ബസ്സുകളാണ് കേന്ദ്രം നൽകുന്നത്. പല മറ്റ് സംസ്ഥാനങ്ങളും ഇതിനകം 3,975 ബസ്സുകൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഗ്രീൻ എനർജിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് യാത്രാക്കൂലി സംവിധാനങ്ങളുള്ള മെട്രോയുടെ മാതൃകയിലുള്ള ബസ്സുകളാണ് കേരളത്തിലെ 10 നഗരങ്ങളിലായി നൽകാമെന്ന് കേന്ദ്രം പറഞ്ഞത്. അതായത് കേരളത്തിലെ 10 നഗരങ്ങളിലേക്കായി 950 ഇലക്ട്രിക് ബസ്സുകളാണ് കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞത്. അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ 555 ഡീസൽ ബസ്സുകൾ 93 കോടി രൂപ മുടക്കി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നഷ്ടത്തിലോടുന്ന കെ.എസ്.ആർ.ടി.സി ഇപ്പോൾ ലാഭത്തിലാക്കും എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത നടപടിയാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു വാർത്തയോട് സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതികരണം സമ്മിശ്രമായ രീതിയിലാണ്. ഒരാൾ പറയുന്നു, കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിൽ തന്നെ, AKG സെന്ററിന് വിഹിതം കൊടുക്കേണ്ടി വരും. മറ്റൊരാൾ പറയുന്നു, ഗണേഷിന് കേവലം 1 വർഷം ബാക്കി മാത്രം, ഇനി ജീവിതത്തിൽ മന്ത്രിയാകില്ല, അപ്പോൾ വല്ലതും ഉണ്ടാക്കാനുള്ള അവസരം കളയേണ്ടതുണ്ടോ? വേറൊരാളുടെ കമന്റ്, ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം നിലവിൽ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്, നിസാര പ്രശ്നങ്ങൾക്ക് പോലും മാസങ്ങളോളം വാഹനം ഷെഡിൽ കയറ്റേണ്ടി വരുന്നു പോലും. എന്നാൽ വേറൊരു കമന്റ് ആകട്ടെ, എല്ലാം തെക്കൻ ജില്ലകൾക്ക് മാത്രമാണ്, വടക്കോട്ടൊന്നുമില്ല എന്ന രീതിയിലാണ്. വടക്കോട്ടൊന്നുമില്ല, എല്ലാം തെക്കേ തൊടിയിലേക്ക് എന്നതാണ് ഒരാളുടെ കമന്റ്. ആർ ടോക്സിന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയൊരു തീരുമാനം എടുത്തപ്പോൾ ഗണേഷ് കുമാർ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് ഇതിനല്പം കൂടി വ്യക്തമായ ഒരു മറുപടി, ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കുന്ന ഒരു മറുപടി നൽകേണ്ടതായിരുന്നു. ഇനി ഇലക്ട്രിക് ബസ്സുകളുടെ മെയിൻ്റനൻസ് ചിലവ് കൂടുതലാണോ, അല്ലെങ്കിൽ ഇലക്ട്രിക് ബസ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള സംവിധാനം കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണോ, അതുപോലെ എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണോ ഈ ഒരു തീരുമാനമെടുത്തത് എന്ന് പറയേണ്ടതായിരുന്നു. ഇപ്പോൾ നൽകിയിട്ടുള്ള കാരണങ്ങളെല്ലാം തന്നെ ജനങ്ങളിൽ സംശയമുണ്ടാക്കുന്നതാണ്. പിണറായി സർക്കാരിനെ പലപ്പോഴും വാർത്തകൾ ഭാഗ്യം തുണയ്ക്കുന്നവയാണ്. ഇന്നിപ്പോൾ അൻവറിന്റെ വാർത്തയ്ക്ക് പുറകിൽ ഈ വാർത്ത വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയതുകൊണ്ട് ഗണേഷ് കുമാറും ഗതാഗത വകുപ്പും രക്ഷപ്പെട്ടു.
ഈ ഒരു വിഷയത്തിൽ എന്താണ് ആർ ടോക്സിന്റെ പ്രേക്ഷകരുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം ദയവായി കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.